അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ ശക്തമായതോടെ ഗൾഫ് മേഖലയിൽ പ്രത്യേകിച്ച് കുവൈറ്റിനു നേരെയും ബഹ്റൈനു നേരെയും ഇന്നും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുവൈറ്റിലെ അലി അൽ സലൈം എയർബേസിന് നേരെ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇത് വിജയകരമായി പ്രതിരോധിച്ചു എന്നാണ് കുവൈറ്റ് വ്യോമസേന പറയുന്നത്. ബഹ്റൈനിൽ 2 തവണ ഇന്ന് അപായ സൈറണുകൾ മുഴങ്ങുന്ന സാഹചര്യങ്ങളുണ്ടായി. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശവും അധികൃതർ നൽകുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലും കാര്യങ്ങൾ അത്ര സുരക്ഷിതമായിട്ടല്ല പോകുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ പാതകളിൽ ഒന്നായിട്ടുള്ള ഹോർമൂസിൽ 2 എണ്ണക്കപ്പലുകൾ സ്ഫോടനത്തിൽ തകർത്തതായാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അമേരിക്ക മേഖലയിൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഈ പാത വഴിയുള്ള കപ്പൽ ഗതാഗതം ഒരു തരത്തിലും സുരക്ഷിതമായിരിക്കുകയില്ല എന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ 9ാം ദിവസമാണ് അമേരിക്ക ഇറാന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണം ഇപ്പോൾ നടത്തുന്നത്. ഇറാന്റെ ബുഷൈർ പ്രവിശ്യയിലടക്കം ആക്രമണങ്ങൾ നടന്നതായി ഈ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്. മേഖലാ സാഹചര്യങ്ങൾ ഈ വിധം തുടരുമ്പോൾ ആഗോള വിപണിയിൽ എണ്ണവില പുതിയ ഉയരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ബാരലിന് $91 കണക്കിന് കഴിഞ്ഞ ഒരു മാസത്തെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എണ്ണവില എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് ആഗോളതലത്തിൽ പണപ്പെരുപ്പത്തിനും കാര്യങ്ങൾക്കും ഒക്കെ കാരണമാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 17 US സൈനികരും 50ഓളം ഇറാനിയൻ പൗരന്മാരും അടക്കം മേഖലാ സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സംഘർഷങ്ങൾ അതീവ ഗൗരവതരമായിട്ടാണ് ഇപ്പോഴും തുടരുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനിടെ UAEക്കും കുവൈറ്റിനും ഇടയിലുള്ള എല്ലാ വിമാന സർവീസുകളും തൽക്കാലം റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടി പങ്കുവയ്ക്കാനുണ്ട്. എത്തിഹാദ് എയർവേസും എമിറേറ്റ്സ് എയർലൈൻസും എയർ അറേബ്യ അടക്കമുള്ള പ്രധാന വിമാന കമ്പനികളെല്ലാം മേഖലാ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വിമാന സർവീസുകൾ തൽക്കാലം റദ്ദാക്കുന്നതായി അറിയിച്ചിട്ടുള്ളത്. അപ്പൊ യാത്രക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന നിർദ്ദേശം, നിങ്ങൾ യാത്ര പുറപ്പെടും മുൻപ് വിമാന സർവീസുകൾ പഴയ തോതിലാണോ എന്നുള്ളൊരു കാര്യം കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അവിടേക്ക് വരാവൂ. ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ടിക്കറ്റ് മാറുന്നതുമായി ബന്ധപ്പെട്ട് വിമാന കമ്പനികളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എമിറേറ്റ്സ് എയർലൈൻസ് ഇന്നും നാളെയുമായിട്ടാണ് കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിനും ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും ഇടയ്ക്കുള്ള സർവീസുകൾ റദ്ദാക്കുന്നതായി അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ മുൻകൂർ വിവരങ്ങൾ തേടിയതിനു ശേഷം മാത്രമേ യാത്രക്കാർ യാത്രയ്ക്കൊരുങ്ങി വരാവൂ എന്നാണ് വിമാന കമ്പനികളെല്ലാം തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത്. മേഖലാ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഇതാണ്. കുവൈറ്റിനും ബഹ്റൈനും നേർക്ക് ഇന്ന് രാവിലെയും മിസൈൽ ഡ്രോണാക്രമണ ശ്രമങ്ങൾ ഉണ്ടായി വിജയകരമായി പ്രതിരോധിച്ചതായി രാജ്യങ്ങൾ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്.